നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. CPM നേതാവ് ജി സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി ഏരിയ സമ്മേളനം. ജയിലുകളിൽ കാലത്തിനനുസൃതമായി മാറ്റം വരുത്തേണ്ടതുണ്ട് പിണറായി വിജയൻ. ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗം ബിബിൻ ബി ബാബു BJPയിൽ ചേർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ. മന്ത്രി സജി ചെറിയാൻ. അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. കുണ്ടന്നൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം. തെളിവുകളെല്ലാം പോലീസിന് കൈമാറി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് തിരൂർ സതീഷ്. വാർത്തകൾ വിശദമായി. CPM നേതാവ് ജി സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി ഏരിയ സമ്മേളനം. CPM നേതാവ് ജി സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി ഏരിയ സമ്മേളനം. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെ നടക്കുന്ന CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് പൂർണ്ണമായി ഒഴിവാക്കിയത്. ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല. ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിലും ജി സുധാകരന് ക്ഷണം ഉണ്ടായിരുന്നില്ല. സമ്മേളന ദിവസങ്ങളിൽ ജി സുധാകരൻ വീട്ടിൽ തന്നെയുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ജി സുധാകരൻ. തനിക്ക് പാർട്ടി പദവികളില്ലാത്തതുകൊണ്ടാവും തന്നെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ജയിലുകളിൽ കാലത്തിനനുസൃതമായി മാറ്റം വരുത്തേണ്ടതുണ്ട് പിണറായി വിജയൻ. ജയിലുകളിൽ കാലത്തിനനുസൃതമായി മാറ്റം വരേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി. അതിനായി സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം കാലാനുസൃതമായ സമിതിയും ചട്ടവും രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2010 പുതിയ ജയിൽ നിയമങ്ങൾ നിലവിൽ വന്നുവെന്നും ആധുനിക വീക്ഷണം നിലകൊള്ളുന്ന നിയമം എന്നതിൽ സംശയമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് സംസ്ഥാന അഡ്വൈസറി ബോർഡ് പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരപരാധി എന്ന് തെളിയിക്കും വരെ അയാൾ കുറ്റവാളി എന്നതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് വിചാരണ തടവുകാർ നേരിടുന്ന പ്രധാന പ്രശ്നം. വിചാരണ തടവുകാർ കൂടുന്നു. വിചാരണ തടവുകാരുടെ കണക്കിൽ രാജ്യം പരിതാപകരമായ അവസ്ഥയിലാണ്. സമയബോധമോ പ്രതീക്ഷയോ ഇല്ലാതെ വലിയ വിഭാഗം മനുഷ്യർ ഇന്ത്യയിലെ ജയിലറകളിലുണ്ട്. നമ്മുടെ ജയിലുകൾ സംശുദ്ധീകരണവും സമൂലമാറ്റവും ഉണ്ടാക്കുന്ന ഇടങ്ങളാണ്. മാനസിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി തൊഴിൽ പരിശീലനം വിപുലമാക്കുന്നതും പരിഗണനയിലാണ്. ആരോഗ്യ സുരക്ഷ, നിയമസഹായം, എല്ലാ വിഭാഗങ്ങളിലും പരിരക്ഷ. സെൻട്രൽ ജയിലുകളിൽ ആരോഗ്യകരമായ സംവേദന രീതി ഉണ്ടാക്കണം. അന്തേവാസികൾക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടാകണമെന്നും കുറ്റവാളികളായല്ല ആധുനിക കാലം അവരെ കാണുന്നത്. ശരിയായ തിരുത്തൽ പ്രക്രിയ അവിടെ നടക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചെറിയ കുറ്റവാളികളായി പോയി വലിയ കുറ്റവാളികളായി മാറരുത്. മനുഷ്യരുടെ ഒരുമയും ഐക്യവുമാണ് ഏറ്റവും പ്രധാനം. ജയിലിനകത്ത് അന്തസ്സായി ജീവിക്കാനാകണം. അന്തസ്സിന് ഒരു ഭംഗവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജയിലുകൾ സർക്കാരിന്റെ മർദ്ദന ഉപാധി ആണ് എന്ന് കൊളോണിയൽ ചിന്താഗതിയിലുണ്ടായിരുന്നു. അത് മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യകരമായ ആശയവിനിമയവും വേദികളും തടവുകാർക്ക് ലഭ്യമാക്കണം. ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗം ബിബിൻ ബി ബാബു BJPയിൽ ചേർന്നു. ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗം BJPയിൽ ചേർന്നു. ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിബിൻ സി ബാബുവാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ബിബിനെ BJPയിലേക്ക് സ്വീകരിച്ചത്. SFI മുൻ ജില്ലാ സെക്രട്ടറിയും DYFI സംസ്ഥാന സമിതി അംഗവുമാണ് ബിബിൻ. ആലപ്പുഴ CPMൽ വിഭാഗീയത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബിബിൻ BJPയിലെത്തുന്നത്. ജി സുധാകരനടക്കം CPMൽ അതൃപ്തിയുണ്ടെന്നും ഇതോടെ കൂടുതൽ CPM നേതാക്കൾ BJPയിലെത്തുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ. മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിലാണെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതിയിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അധികമൊന്നും പറയില്ല. കോടതി തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അത് സർക്കാർ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവർ ഭീഷണി നേരിടുന്നതായി WCC ആരോപിച്ചിരുന്നു. പരാതിക്കാർക്ക് എല്ലായ്പ്പോഴും പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളെ ബന്ധപ്പെടാൻ സാധിക്കണമെന്നില്ല. ഈ സാഹചര്യത്തിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ മാർഗമുണ്ടാകണമെന്ന് WCC ആവശ്യപ്പെട്ടിരുന്നു.
ഇതേ തുടർന്ന് SITയോട് നോഡൽ ഓഫീസറെ നിയോഗിക്കാൻ ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചാൽ പരാതിക്കാർക്ക് നോഡൽ ഓഫീസറെ അറിയിക്കാം. ലഭിക്കുന്ന പരാതികൾ നോഡൽ ഓഫീസർ അന്വേഷണ സംഘത്തിന് കൈമാറും. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് എ സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ഡിസംബർ 2 മുതൽ 27 വരെയാണ് പരിശീലനം. സംസ്ഥാനത്തെ 6 ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥാനക്കയറ്റത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പരിശീലനം നൽകുന്നത്. പരിശീലനം കഴിഞ്ഞാൽ അരുൺ കെ വിജയൻ വീണ്ടും കണ്ണൂർ കളക്ടറുടെ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് വിവരം. കുണ്ടന്നൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം. കുണ്ടന്നൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന റോഡിലെ ഹബ്ബ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അശാസ്ത്രീയമായി നടക്കുന്ന റോഡ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനും പൊതുമരാമത്ത് അധികൃതർക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ കുണ്ടന്നൂർ ചുങ്കം മുതൽ പള്ളി വരെയുള്ള സ്ഥലങ്ങളിലാണ് നിർമ്മാണം നടക്കുന്നത്. വാഹനങ്ങൾ വേഗത കുറച്ച് പോകുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ഹബ്ബുകൾ വില്ലനാകുന്നതാണ് യാത്രക്കാർക്കും റോഡിന്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്നവർക്കും ദുരിതമാകുന്നത്. ഹബ്ബുകൾക്കരികിലായി സീബ്ര ലൈനുകൾ ഇല്ല. ഇതുമൂലം അപകടങ്ങൾ നിത്യസംഭവമാണ്. രാത്രികാലങ്ങളിൽ ടോറസ് വാഹനങ്ങൾ ഹബ്ബിലൂടെ ഇറങ്ങിക്കയറുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കം മൂലം സമീപത്തുള്ള വീടുകൾക്ക് വിള്ളലുണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഈ റോഡ് പണിയിലെ അശാസ്ത്രീയത മൂലം ഇവിടെ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര സ്റ്റെബറിങ് ഉണ്ടാവുകയാണ്. രാത്രി സമയത്ത് വലിയ ടോറസ് വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര ജർക്കിങ്ങാണ് ഈ പരിസരത്ത്. വീടുകൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇത്തവണ ഇനിയിതിപ്പോൾ പണിയുന്നത്. വേണ്ട വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കും. കുന്നോളം വടക്കാഞ്ചേരി റോഡിലെ ഈ കരാറുകാരുടെ അനാസ്ഥ കാരണം കൊണ്ട് ഇവിടെ ഒരു 8-10 വണ്ടികൾ ഇടിക്കുകയും ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ വീണ്ടും അവരിത് പൊളിക്കുന്നുണ്ട്. ഹമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഹമ്പ് കാരണം കൊണ്ട് ഇവിടെയുള്ള വീടുകളെല്ലാം ചിന്നലും അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. പിന്നെ രാത്രി 10 മണിക്ക് ശേഷം വലിയ ടോറസ് വണ്ടികൾ അമിതമായി സ്പീഡിൽ പോവുകയും വീടുകളെല്ലാം കുലുങ്ങുകയുമാണ്. നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഹമ്പുകൾക്ക് യാതൊരു മുന്നറിയിപ്പും കടന്ന് സിഗ്നലും ഇവിടെ ഇല്ല. ഹമ്പുണ്ട്, വണ്ടി വീണതിന് ശേഷമാണ് ഹമ്പുള്ളത് അറിയുന്നത്. ഇൻഡിക്കേഷൻ യാതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇനിയും ഹമ്പ് ഉയർത്തുമെന്നാണ് പറയുന്നത്. അതായത് അവർ പറഞ്ഞ ടൗൺ ആണെന്നാണ് പറയുന്നത്. ഈ ടൗണിൻ്റെ ഏത് അറിയുന്നത് ടൗൺ ഇവിടെയാണ്, ടൗണിൻ്റെ അപ്പുറത്താണ് ഹമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കരാറുകാരുടെ അനാസ്ഥയും എൻജിനീയേഴ്സിൻ്റെ അനാസ്ഥയൊക്കെ കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അതെന്തായാലും കറക്റ്റായ രീതിയിൽ ചെയ്തു തരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളിവിടെ ഒരു രാത്രി 10 മണി കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ കുരുക്കം കാരണം മനുഷ്യന് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അത് ഇപ്പോൾ കൂടി വരികയാണ്. അത് അറിയണില്ല. രാത്രി വണ്ടി ഓടുമ്പോൾ അവർക്കും അറിയണില്ല. അത്രയും ഇളകിയിട്ട് മറിഞ്ഞും ബിൽഡിങ്ങിന് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ വേറെ പൊട്ടിയിരിക്കുകയാണ് സൈഡുകളിലൊക്കെ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ തിരിച്ചും അത് ഹമ്പ് ഉയർത്തുമെന്ന് പറയണവർ. ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കുലുക്കത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്നതായി സമീപവാസികൾ പറഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുണ്ടന്നൂർ. നിലവിലുള്ള ഹബ്ബുകൾ വീണ്ടും ഉയർത്തുമെന്നാണ് കരാറുകാരൻ പറയുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്ഥലം MLA AC മൊയ്തീൻ ഇടപെട്ട് നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.
തെളിവുകളെല്ലാം പോലീസിന് കൈമാറി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി. കെ സുരേന്ദ്രനെതിരെയും KK അനീഷ് കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് വ്യക്തമായ വിവരം പോലീസിന് കൈമാറിയെന്നും തന്റെ കയ്യിലെ രഹസ്യ സ്വഭാവമുള്ള രേഖകളും തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പോലീസിനോട് പറഞ്ഞുവെന്നും സതീഷ് വ്യക്തമാക്കി. തൃശൂർ പോലീസ് ക്ലബ്ബിൽ എത്തിയാണ് തിരൂർ സതീഷ് അന്വേഷണ സംഘത്തിനു മുന്നിൽ മൊഴി നൽകിയത്. ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ BJPയെ പിടിച്ചുലച്ച രാഷ്ട്രീയ വെളിപ്പെടുത്തലായിരുന്നു 24-ലൂടെ തിരൂർ സതീഷ് നടത്തിയത്. BJP ഓഫീസിൽ 4 ചാക്കുകെട്ടിലായി 6.5 കോടി രൂപ എത്തിച്ചെന്നും പണം എത്തിച്ച ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. കൊടകര കുഴൽപ്പണ കേസ് നടക്കുന്ന 2021-ൽ BJPയുടെ തൃശൂർ ഓഫീസിൽ സെക്രട്ടറിയായിരുന്നു സതീഷ്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം അനുമതി നൽകി. 90 ദിവസത്തിനകം അന്വേഷണം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൈമാറുമെന്നും സതീഷ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രിയെ കണ്ട് ശശി തരൂർ. തൊഴിലിടങ്ങളിൽ പുതിയ തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയെ കണ്ട് ചർച്ച നടത്തിയെന്ന് ശശി തരൂർ MP. അമിതമായ ജോലിഭാരവും ജോലിസ്ഥലത്തെ സമ്മർദ്ദവും കാരണം 26-ാം വയസ്സിൽ മരണപ്പെട്ട അന്ന സെബാസ്റ്റ്യൻ പെരിയലിന്റെ വിഷയമായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. അന്നയുടെ മാതാപിതാക്കളെ നേരിട്ട് കണ്ട് അവരുടെ വേദന മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു അനുഭവം മറ്റു മാതാപിതാക്കൾക്ക് ഉണ്ടാകരുതെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് തൊഴിലിട സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നും ഡോക്ടർ ശശി തരൂർ കേന്ദ്രമന്ത്രിക്ക് നൽകിയ കത്തിലെ പ്രത്യേക നിർദ്ദേശങ്ങളെക്കുറിച്ചും ചർച്ചയിൽ പ്രതിപാദിച്ചു. ഈ വിഷയത്തിൽ മുമ്പ് അയച്ച കത്തിന് 2 മാസത്തിലേറെയായി മറുപടി കാത്തിരിക്കുകയാണെന്നും സെപ്റ്റംബർ മാസത്തെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വാഗ്ദാനം ചെയ്ത അന്വേഷണം ഇനിയും നടന്നിട്ടില്ല എന്നാണ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത്. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടായിരുന്നു മന്ത്രി മറുപടി നൽകിയതെന്നും തരൂർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ആശങ്കകൾ അംഗീകരിച്ച മന്ത്രി കാര്യക്ഷമമായ പരിഹാര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെന്നും സൂക്ഷ്മവും സമഗ്രവുമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഭാവി നടപടികളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയ്ക്ക് ക്ഷണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തതായും ശശി തരൂർ അറിയിച്ചു. ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെന ട്രിങ്കറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 892186 2766 9995 673426. വാർത്തകൾ തുടരുന്നു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത്ത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുണ്ടെന്നും കണ്ടെത്തി. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. താരം വരുമാനം കുറച്ചു കാണിച്ചതായി ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. അന്വേഷണം മഞ്ഞുമ്മൽ ബോയ്സ് മാത്രം കേന്ദ്രീകരിച്ചല്ല. ED ആണ് നികുതി വെട്ടിപ്പിന്റെ വിവരം നൽകിയത്. ED കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. പിന്നാലെ ആദായ നികുതി വകുപ്പിന് വിവരം അറിയിച്ചു. നേരത്തെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൗബിനെ ചോദ്യം ചെയ്തിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരുന്നു.
ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ വഞ്ചിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പരിശോധന നടത്തിയ ശേഷം വേണമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകൾ തീരുമാനമെടുക്കുമെന്നും അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. മിന്നൽ പരിശോധനകളടക്കം നടത്തും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് വ്യാജരേഖകളുണ്ടോയെന്ന് വകുപ്പുകൾ കണ്ടെത്തട്ടെ എന്നും മന്ത്രി പറഞ്ഞു. കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണം ഇല്ലാത്തതും എന്നുള്ളത് ഇരട്ട നീതിയല്ല. തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കോട്ടക്കലിൽ കൂടുതൽ വ്യക്തത വരണം. അതിനാണ് വിജിലൻസ് അന്വേഷണം എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോട്ടക്കൽ നഗരസഭയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചതിൽ നഗരസഭയ്ക്ക് കീഴിലെ 7-ാം വാർഡിലെ 42 ഗുണഭോക്താക്കളിൽ 38 പേരും അനർഹരെന്ന് കണ്ടെത്തി. തട്ടിപ്പിനെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശം നൽകി. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. വയനാട് കളക്ടറേറ്റ് മാർച്ചിനെ ക്രൂരമായി അടിച്ചമർത്തി കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യും VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നുവെന്നാരോപിച്ച് കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി. പോലീസുകാർ മാർച്ചിനെ ക്രൂരമായി അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ സർക്കാരിന് പ്രഖ്യാപിച്ച പിന്തുണ പിൻവലിക്കേണ്ടി വരും. പുനരധിവാസം സർക്കാർ ലാഘവത്തോടെ കാണണം. വയനാട് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യും. LDF-നൊപ്പം സമരത്തിനില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ ക്രമക്കേടിൽ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഈ വിഷയം 2 വർഷം മുൻപ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അന്ന് നടപടി സ്വീകരിച്ചില്ലെന്നതും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അതേസമയം 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മാർച്ചിൽ ഗുരുതരമായി പരിക്കേറ്റത്. കളക്ടറേറ്റ് 2ാം ഗേറ്റ് മറികടക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ സംഘർഷമുണ്ടായത്. പ്രവർത്തകർക്കു നേരെ പോലീസ് പലതവണ ലാത്തിചാർജ് നടത്തി. കണ്ണീർ വാതകം പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല. പലതവണ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. പരിക്കേറ്റ പ്രവർത്തകരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM നേതാവ് G സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി ഏരിയ സമ്മേളനം. ജയിലുകളിൽ കാലത്തിനനുസൃതമായി മാറ്റം വരുത്തേണ്ടതുണ്ട് പിണറായി വിജയൻ. ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗം ബിബിൻ B ബാബു BJPയിൽ ചേർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ മന്ത്രി സജി ചെറിയാൻ. അരുൺ K വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. കുണ്ടന്നൂർ നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം. തെളിവുകളെല്ലാം പോലീസിന് കൈമാറി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് തിരൂർ സതീഷ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.